ദൈവമായി നിങ്ങളെ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഓർക്കുമ്പോൾ ദൈവത്തെ സ്വാഗതം. വ്യക്തിപരമായി എനിക്കും കർത്താവ് വളരെ വിശ്വസ്തയോടെ കഴിഞ്ഞ വർഷം സൂക്ഷിച്ചു. സുഷാമണ്ഡലങ്ങളില്, വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബ ജീവിതത്തില് ദൈവേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഒക്കെ ബന്ധത്തിൽ കർത്താവ് സൂക്ഷിച്ചു. നിന്നതെല്ലാ കർത്താവ് നിർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച നിങ്ങളോടൊക്കെ വളരെ നന്ദിയുള്ളവരായിരിക്കും. കർത്താവ് നമ്മെ ഈ വർഷത്തിലും കർത്താവ് സഹായിക്കട്ടെ. പുതിയ വർഷമാകുമ്പോൾ പുതിയ കൃപകൾ ദൈവം നൽകുവാനും ദൈവത്തോട് അപേക്ഷിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരിക്കല് ചിന്തകനായ സോക്രട്ടീസിന്റെ അടുത്ത്, ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസിന്റെ അടുത്ത് ഇതിനൊരു സുഹൃത്ത് കടന്നു വന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി സോക്രട്ടീസിന്റെ അടുത്ത് ഓഫീസിലാണ് വന്നത്. ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഓർപ്പിച്ചു, വളരെ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതിന് വേണ്ടി വന്നതാണ്. ഏതോ അവർക്ക് ഒരുമിച്ച് പൊതുവായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയാമോ, ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു സ്ത്രീയുടെ കാര്യം കൂടെ പറയാമോ. സോക്രട്ടീസ് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ ചിന്തകനും വളരെ സമയത്തിനൊക്കെ വളരെ വിലപിടിപ്പുള്ള വ്യക്തിയാണ്. വളരെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിത് കേൾക്കുന്നതിന് മുമ്പ് ഒരു 3 ഫിൽറ്റർ സിസ്റ്റം ഞാൻ അപ്ലൈ 3 ഫിൽറ്റർ ചെയ്യാൻ നോക്കുന്നു. അതിനുശേഷം ഞാൻ പറയാം എനിക്കിത് കേൾക്കണമല്ലോ, എന്നോട് പറയണമെന്നുള്ള കാര്യം. നിങ്ങൾ പറയുന്ന വിഷയത്തിന് മുന്നേ ഞാൻ 3 ഫിൽറ്റർ സിസ്റ്റം 3 ഫിൽറ്റർ വെക്കാൻ പോകും. അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം ഇത് സത്യസന്ധമായുള്ള കാര്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് യു ആർ ഗോയിങ് ടു സേ? ഇസ് ഇറ്റ് സംതിങ് ട്രൂത്ത്ഫുൾ? സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഉറപ്പ് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം ഇത് ഞാൻ കേട്ട കാര്യം, ഞാൻ കേട്ട കാര്യമാണ്. എനിക്ക് ഉറപ്പിന്റെ കാര്യം സത്യമാണെന്നുള്ള കാര്യം അത്രമാത്രം ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. ഞാൻ കേട്ടൊരു കാര്യം. രണ്ടാമത് വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറയാൻ പോകുന്ന ഈ സഹോദരിയുടെ കാര്യം അവരെ കുറിച്ചുള്ളൊരു നല്ല കാര്യം വല്ലതുമാണ്? അവരെ കുറിച്ചുള്ള നല്ല കാര്യം വല്ലതുമാണ്? ഇസ് ഇറ്റ് സംതിങ് ഗുഡ് അബൌട്ട് ദാറ്റ് ലേഡി? അദ്ദേഹം പറഞ്ഞു, അല്ല, നല്ല കാര്യമല്ലെന്ന് പറഞ്ഞു. അത് അവരെ കുറിച്ചുള്ള വളരെ മോശമായ കാര്യം പറയാൻ പോകുന്നു. അദ്ദേഹം വീണ്ടും 3ാമത്തെ ഫിൽറ്ററേക്ക്, 3rd ഫിൽറ്റർ, 3ാമത്തെ ഫിൽറ്റർ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്കെന്തെങ്കിലും പ്രയോജനമുള്ളതാണോ എന്ന് ചോദിച്ചു. ഇസ് ഇറ്റ് സംതിങ് യൂസ്ഫുൾ ടു മീ? നിങ്ങൾക്കത് പ്രയോജനകരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യമാണോ എന്ന് ഉറപ്പില്ലാത്ത കാര്യം, അവരെക്കുറിച്ച് നല്ലതല്ലാത്ത ഒരു കാര്യം, 3ാമത് എനിക്കിതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരു കാര്യം. അത് കേൾക്കാനായിട്ട് ഓഡിയൻസ് കൊടുത്തില്ല എന്നാണ്, അല്ലെങ്കിൽ അതിന് തുടർന്ന് കണ്ടിന്യൂ അദ്ദേഹം അനുവദിച്ചില്ല എന്നാണ് ഒരു ചിന്ത വായിച്ചത്. കർത്താവ് നന്ദിയോട് സ്തോത്രം. പുതിയ വർഷമാകുമ്പോഴേ 2014 നമ്മൾ ഇറങ്ങി ഔട്ട് ചെയ്തതൊക്കെ നമ്മൾ മാറ്റി. 2014 നമ്മൾ മാറ്റിവെച്ചു. പ്രൈസ് ഗോഡ്. 2014 പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളൊക്കെ വാക്സിൻ സർവീസിലൂടെ നമ്മളതൊക്കെ പറഞ്ഞ് കർത്താവിന്റെ ദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതോടുകൂടി നമ്മൾ കഴിഞ്ഞ വർഷം 2014 നമ്മൾ മാറ്റിവെച്ചു. 2015 പുതിയ സമയങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴും പുതിയ തീരുമാനങ്ങളോടും പ്രതിഷ്ഠയോടും ഒക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. കർത്താവിന്റെ ദാസൻ സങ്കീർത്തന ശുശ്രൂഷയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ സമർപ്പണവും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെ ഓർപ്പിച്ച് ക്ലോസ് ചെയ്ത സമയങ്ങളിൽ കർത്താവിന്റെ ദാസൻ വീണ്ടും നമ്മെ ഓർപ്പിച്ചു. 2015 അനുഗ്രഹിക്കപ്പെട്ട വർഷം. ആമേൻ. അത് തളിർക്കുന്ന, പൂക്കുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കണ്ടു. ഈ വർഷം നമുക്കത് പ്രാപിക്കണം.
അതിന്റെ പല അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം നമ്മൾ നൽകിയതൊക്കെ പ്രാപിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ വർഷത്തില് പ്രത്യേകാലനായിട്ട് നമ്മെ ഒരുക്കാം. ഒരു കാര്യം കൂടെ ഞാൻ പേര് ഓർപ്പിച്ച് ചിന്തയോട് ഓർപ്പിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് സഭായോഗത്തിലൊക്കെ നാം കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് നിയർലി 10-50 കുട്ടികളുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. അവരെ വാക്യം പറയാൻ സമയം കിട്ടില്ല. അവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെട്ടിരുന്ന സമയങ്ങളിൽ മറ്റു ടെസ്റ്റുമാരുടെ സമയത്ത് വളരെ ബുദ്ധിമുട്ടി. അപ്പൊ ന്യായമായിട്ടും അവരുടെ ഭാഗത്ത് ഒരു ചോദ്യം ഉയർന്നാൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പാത്രങ്ങളിൽ പരാതി. പാത്രങ്ങളുമാര് തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലോ, ഞങ്ങളുടെ പേരൻസ് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലോ, കൊയറിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രത്യേക ഇവരൊക്കെ കണ്ടോണ്ടിരിക്കുകയും വളരെ ശ്രദ്ധിച്ചോണം. പ്രൈസ് ഗോഡ്. കൊയറിലെ സഹോദരങ്ങൾ അങ്ങോട്ട് കൂടി ഇപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലോ, പ്രൈസ് ഗോഡ്. 2015 ദൈവനാമം ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രയോജനമില്ലാത്ത, സത്യമല്ലാത്ത, അവരെ കുറിച്ച് മോശമായിട്ടുള്ള കേൾക്കാൻ എന്തിനു നമ്മുടെ ചെവിയത്തോടെ സ്റ്റെപ്പ് ഇൻടു 2015 പുതിയ എനർജിയോടെ ദൈവത്തിന്റെ ആരോടെ അവൻ ദൈവത്തിൽ നൽകാൻ പ്രാപിപ്പാൻ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ ദൈവത്തിൽ നൽകാൻ പ്രാപിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. ഞാൻ ദൈവത്തോടുള്ള കണക്ക് വേണ്ടി ഗിവിംഗ് അക്കൗണ്ട് ടു മൈ ഗോഡ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കും നിങ്ങളെ ദൈവനാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിച്ചുകൊടുത്ത വിഷയം. ഇത് ദൈവത്തിന്റെ ആത്മസാന്നിധ്യമുള്ള ദൈവത്തിന്റെ സന്നിധാനത്തിനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യയെ വസിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം കർത്താവായ യേശു നമ്മുടെ മധ്യയെ ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് നമ്മുടെ ഓരോ ചലനങ്ങളെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ഓരോ ചലനങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ചിന്തകളെ, ഭാഷകളെ, നമ്മുടെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ സന്നിധാനത്തിരിക്കുമ്പോൾ ദൈവഭയത്തോടെ, ദൈവസ്നേഹത്തോടെ ദൈവത്തിന് നാം കൊടുത്തുകൊണ്ട് പ്രൈസ് ഗോഡ് അവനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെട്ടുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോവാൻ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിച്ച് എല്ലാവരെയും അവൻ ഉണർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കാൻ ശക്തനാണ്. സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മൾ വരാം. പ്രൈസ് ഗോഡ്. 1-ാം സങ്കീർത്തനം അവൻ തുടക്ക സങ്കീർത്തനം തന്നെയാണല്ലോ. ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഹൗ ബ്ലെസ്ഡ് ഈസ് ദ മാൻ എന്ന അവൻ ഭാഗ്യവാനെ കുറിച്ചുള്ള അവൻ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ പ്രൈസ് ഗോഡ് 1-ാമത്തെ വാക്യം തന്നെ വായിച്ചാണ്. 1-ാമത്തെ വാക്യം അടുത്തോട് ചേർന്ന് വായിച്ചു. ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ തുടക്കത്തിൽ വളരെ നമ്മെ ഓർപ്പിക്കുന്ന വിഷയം ചില ആലോചന പ്രകാരം നമ്മുടെ നടപ്പിലൊക്കെ ഒരു ആലോചന ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ കാരണം നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന വാക്ക് സ്ഥാപിക്കുന്നു. ഏത് കാര്യവും നാം ഒരു പ്രവൃത്തിപഥത്തിലേക്ക് മുന്നേ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ചില തീരുമാനങ്ങളും ആലോചന കൊണ്ട് നമ്മെ അതിനായിട്ട് പിന്നെ നമ്മളെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക, പ്രചോദനം തന്നുകൊണ്ടിരിക്കുക. ആദ്യം നമ്മുടെ തീരുമാനം ഉള്ളിൽ തന്നെയല്ലേ, ചില ആലോചനകൾ ലഭിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് പിന്നെ നമ്മൾ അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് മുമ്പോട്ട് നീങ്ങുന്നത്. ഇവിടുത്തെ ആലോചന പ്രത്യേക ഓർപ്പിക്കുന്നത് നമ്മൾ ആലോചനകളെ ശ്രദ്ധിപ്പാൻ പറ്റണം. ലഭിക്കുന്ന ആലോചനകൾ നമ്മുടെ മുമ്പോട്ടുള്ള വഴികൾ അനുഗ്രഹത്തിന് ആണോ എന്നുള്ളത് ചിന്തിപ്പാൻ പറ്റണം. ആമേൻ. നമ്മെ ഓർപ്പിക്കുന്ന വിഷയമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസത്തിൽ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ വേണം. അതിനുശേഷം നമ്മെ ഓർപ്പിക്കണം നാം എന്തായിരിക്കണം എന്നുള്ള സ്ഥലം, നാം എന്തായിരിക്കരുത്, എന്തായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിച്ചു. അപ്പോൾ ഈ ആലോചനയിൽ നാം വിട്ടു നിന്ന് കഴിഞ്ഞാൽ, ഈ ആലോചനയിൽ നാം ഒഴിവായി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നാം കാണുന്ന വാക്യത്തിൽ നമ്മളെ ഈ 2015 പ്രാരംഭത്തിൽ വളരെ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുന്ന വിഷയം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരുടെ ഭാഗ്യമാണ്. ഈ ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചാണ് ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ
സമയങ്ങൾ നമ്മൾ മറ്റ് പലതിനും ചിന്തകൾക്കുമായിട്ട് മാറ്റിവെക്കുമ്പോൾ, പല കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയത്തെ നാം വേർതിരിക്കുമ്പോൾ, പലപ്പോഴും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സമയം ലഭിക്കാതെ പോകും. ഈ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ കഴിയാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം കഥാവിനെ ക്ലാസ്സിൽ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു, നാം ദൈവത്തിൽ സമർപ്പിക്കുകയും എപ്പോഴും പ്രാർത്ഥനാപൂർവമായിട്ട്. ഇവിടെ നാം കാണുന്ന വിഷയം, പ്രത്യേകം ഓർപ്പിക്കുന്ന വിഷയം, രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും ദൈവവചനവുമായിട്ട് നാം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഓർക്കുന്നത്, അതിൽ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവർ ദൈവ സന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നത് നമുക്കെല്ലാം വളരെ അനുഗ്രഹമാണ്, സന്തോഷവുമാണ്. ദൈവവചനത്തിൽ സന്തോഷിക്കാത്ത ആരും എന്നെ കേൾക്കുന്നത് എനിക്ക് വളരെ വ്യക്തമാണറിയാം. ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വളരെ സന്തോഷത്തിലൂടെ കൈക്കൊള്ളുന്നവരാണ്. ന്യായപ്രമാണത്തിൽ അവൻ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന അവസ്ഥ മാത്രം പോരാ. അടുത്ത പടിയിലേക്ക് വരുമ്പോൾ ഇത് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥ ഇവിടെ നാം ഇത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് പോവുക മാത്രമല്ല, ഈ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിപ്പാൻ നോക്കണം. അവൻ നമ്മെ സമയം കണ്ടെത്തി അതിനായി സമയം വേർതിരിച്ച് ഇതിനെ ധ്യാനിക്കുമ്പോൾ വാസ്തവമായി അതിന്റെ ന്യായപ്രമാണത്തിന്റെ സന്തോഷാവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. അപ്പോൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് നേരത്തെ കേട്ടതിൽ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന, ഈ ന്യായപ്രമാണത്തെ നാം രാപ്പകൽ ഇത് ധ്യാനിപ്പാൻ കിട്ടുന്ന സമയം കണ്ടെത്തുകയും ഇതിൽ സന്തോഷിക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. രാവും പകലും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീനെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കേട്ടതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ തന്നെ എപ്പോഴും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ, അപ്പോൾ വാസ്തവമായ സന്തോഷവും നമുക്കുള്ളിൽ നിന്ന് ലഭിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ സ്നാനമേറ്റ് കഴിഞ്ഞതിന് ശേഷം 40 ദിവസം ഉപവാസത്തിലായിരുന്ന സന്ദർഭങ്ങളിൽ പരീക്ഷകൻ അടുത്തു വന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന വിഷയമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് അടുത്ത് പോലും പരീക്ഷകൻ കടന്നു വന്നെങ്കിൽ സ്തോത്രം, നാം ഈ ആലയത്തിലെ ദൈവത്തിന്റെ വചനം ന്യായപ്രമാണമൊക്കെ കേട്ട് സന്തോഷിച്ച് പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ നേരെ പരീക്ഷകൻ കടന്നു വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കാരണം കർത്താവായ യേശുക്രിസ്തുവിന് നേരെ പരീക്ഷകൻ വന്നുവെങ്കിൽ ദൈവമക്കളെ നമ്മുടെ അടുത്ത് എത്രമാത്രം കടന്നു വരും. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു അതിന്മേൽ ജയമെടുപ്പാണ്ടെക്കണം. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അതും സാഹചര്യം അതുമായിട്ട് വളരെ താതാത്മ്യം പ്രാപിച്ച സമയങ്ങളല്ലേ. സ്തോത്രം. വളരെ വിശപ്പ് തോന്നുന്ന അവസരത്തിൽ അപ്പോഴാ പറഞ്ഞത്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമാകുവാൻ പറഞ്ഞില്ലേ. ഇഷ്ടം വളരെ കൺവിൻസിംഗ് ആയിട്ടും വളരെ കണ്ണിങ് ആയിട്ടുമാണ് ഈ പരീക്ഷകൻ ഇടപെടുന്നത്. വളരെ കണ്ണിങ് ആയിട്ട് പ്രയത്നമാണ്. കാരണം സാഹചര്യം നോക്കിയാൽ തീർച്ചയായും വളരെ അതുമായിട്ട് പെട്ടെന്ന് അതിനെ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. കാരണം സ്നാനമേറ്റ് യോർദാൻ കടവിൽ കയറിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പരീക്ഷകൻ എന്ന് ചോദിക്കുന്നത്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ലപ്പമാകാൻ പറയുന്നതാണ്. അത് വളരെ ഡിക്ലെയർ ചെയ്ത് അവിടുന്ന് കയറിയപ്പോൾ തന്നെ എന്റെ പ്രിയപുത്രനാണ് ഡിക്ലെയർ ചെയ്ത് അല്ലേ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ സ്നാനശുശ്രൂഷ സമയത്ത് നമ്മുടെ വിവാസന്മാരൊക്കെ ഓർപ്പിക്കുന്ന വിഷയമായിരുന്നു. പുസ്തകം നല്ല ഇനി നിങ്ങൾ പ്രിയപുത്രന്മാരാണെന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. അത് ഡിക്ലെയർ ചെയ്ത് ഇങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് അവൻ തുടർന്ന ദിവസങ്ങളാണ് പരീക്ഷയിൽ ഒന്നി ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പോൾ കൽപ്പിക്കുന്നത്. കാരണം ദൈവത്തിനല്ലേ. അപ്പൊ പറഞ്ഞ അപ്പൊ തന്നെ ഇത് മാറുമല്ലോ. പ്രൈസ് ഗോഡ്. അപ്പൊ നിന്റെ വിശപ്പും മാറും. പ്രൈസ് ഗോഡ്. അപ്പോൾ അവൻ നമുക്കറിയാവുന്ന വിഷയം, അതിനുവേണ്ടി ചെവി കൊടുക്കുകയല്ലേ. സ്തോത്രം. അവൻ ആ പരീക്ഷകനെ അവിടുന്ന് പരാജയപ്പെടുത്തി ദൈവത്തിന്റെ വചനത്താൽ പരാജയപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല, സ്തോത്രം, ദൈവത്തിന്റെ വായിൽ നിറഞ്ഞ വചനത്താൽ കൂടെ ജീവിക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ പരീക്ഷയ്ക്കായിട്ട് കടന്നു, അവൻ പരീക്ഷ നടത്തുവാൻ വന്നവനെ അവൻ പറഞ്ഞുവിട്ട അനുഭവങ്ങൾ നമ്മൾ ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പോൾ പലപ്പോഴും ആലോചന നാം ഏറ്റെടുക്കുമ്പോൾ സ്തോത്രം, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടുകയാണെങ്കിൽ അതിനെ ജയമെടുപ്പാൻ്റെ ഗുണം ദൈവം തന്നെ സഹായം. ഇത് നമ്മുടെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് വചനം നമ്മുടെ ഉള്ളിൽ വരും. സ്തോത്രം. കാരണം അതിന്മേൽ ജയമെടുപ്പാൻ, കാരണം ഈ നമ്മോട്
നമ്മെ പരീക്ഷിപ്പാനായിട്ട് പിശാച് തന്നിന്റെ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിക്കുമ്പോൾ ദൈവത്തിൽ ശ്രദ്ധിക്കണമേ. ഇവൻ വളരെ തന്ത്രശാലിയായിട്ട് കടന്നു വരുമ്പോൾ നാം ഊഹിക്കുന്ന രീതിയിൽ വരണമെന്നല്ലോ. പ്രൈസ് ഗോഡ്. കാരണം അത്ര കണ്ണിങ്ങായിട്ടാണ് കടന്നു വരുന്നത്. സ്തോത്രം. അപ്പോൾ അതിന് നാം കീഴ്പ്പെടരുത്, നാം പരാജിതരാകരുത് എന്ന് ഓർപ്പിക്കുന്നു. 2015 നമുക്ക് വളരെ നിർബന്ധമായിട്ടും വളരെ തീരുമാനങ്ങളോടെ പ്രതീക്ഷകളോടെ ദൈവത്തിന്റെ വചനത്താൽ നാം അവൻ ഉറയ്ക്കപ്പെട്ടവരായി ബലപ്പെട്ടവരായി കഴിഞ്ഞാൽ അതിന്മേൽ ജയമെടുപ്പാൻ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പിന്നെ ഈ പലപ്പോഴും നമ്മോട് കടന്നു വരുന്ന പരീക്ഷകന് നമുക്ക് ലഭിക്കുന്ന പല ആലോചനകളും നാം വിവേചിച്ച് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ സുവിശേഷത്തെ എങ്ങനെ മറിഞ്ഞു കളഞ്ഞെന്നാണ് ചോദിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇത്ര വേഗത്തിൽ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം നിങ്ങൾ എങ്ങനെ മറിഞ്ഞു കളഞ്ഞു എന്ന് ചോദിക്കുന്നു. പ്രൈസ് ഗോഡ്. പലപ്പോഴും പല പ്രേരണകൾ പല ആലോചനകൾ കടന്നു വന്ന സ്തോത്രം സത്യ സുവിശേഷത്തിന് വ്യതിചരിക്കുമ്പോൾ വളരെ വേദനയോടെ പൗലോസ് ഓർപ്പിക്കുന്ന വിഷയമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ വ്യതിചരിച്ചത്? സ്തോത്രം. ദൈവങ്ങളെ നാം അറിഞ്ഞ സുവിശേഷം സ്തോത്രം ദാവീദിന്റെ സന്തതിയായി ജനിച്ചുയർത്തേക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക സുവിശേഷം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂടുകൾ മുമ്പോട്ട് വെക്കുമ്പോൾ പ്രൈസ് ഗോഡ് പല പരീക്ഷകളുണ്ട്. ചില ചിന്തകൾ ഈ അടുത്ത സമയങ്ങളിൽ ചില സഭകളിൽ ഓടുന്നത് കേട്ടു. ചിന്തകളാണ് കഷ്ടപ്പാടേ ഇല്ലെന്ന്. കഷ്ടപ്പാട് വന്നാൽ നിങ്ങൾ ദൈവമക്കളല്ലാന്ന്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഇനി പോരണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്നാൽ പിന്നെ കഷ്ടപ്പാടേ ഇല്ല. ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പെട്ടെന്ന് വിടുതല. ഇനി യാതൊരു കഷ്ടപ്പാടുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ കാണുമ്പോൾ പൗലോസിനെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ അനന്യാസ് വളരെ സംശയം പറഞ്ഞു. ദൈവത്തിന്റെ ആലോചന ലഭിച്ചു. നീ പോയി പൗലോസിന് വേണ്ടി ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. അവൻ നേർവി എന്ന സ്ഥലത്ത് യൂദയുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നു. 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അറിയാവുന്ന വിഷയമല്ല. അവിടെ പ്രാർത്ഥിക്കുന്നു. നീ അവിടെ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ അന്യാസ് പറഞ്ഞു, ദൈവം ഇവൻ ക്രിസ്തു മാർഗത്തെ ഉപദ്രവിച്ചവനാണ്. അവൻ ലഭിച്ച ആലോചന കർത്താവിന്റെ തന്നെയായിരുന്നു. അപ്പോഴാ പറഞ്ഞ് പെട്ടെന്ന് അല്ലി ചെയ്യണമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അന്യാസ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തു. എന്നാല് ഈ ആലോചന കേട്ടപ്പോൾ സംശയം തോന്നി. കാരണം ഈ പറയുന്ന വ്യക്തി ശൗല് ക്രിസ്തു സഭയെ മുടിച്ചു നടന്ന ഉപദ്രവിച്ച് നടന്ന ഒരുപക്ഷെ അന്യാസം ഭയപ്പെട്ടിരുന്ന, കാരണം ദമാസ്കസിലേക്ക് അദ്ദേഹത്തിന്റെ പട്ടണത്തിലേക്ക് വന്ന ഈ വ്യക്തി തന്റെ കൂടെയുള്ളവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ഈ വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു നിയോഗം കൊടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നു, പ്രൈസ് ഗോഡ്, ഇവൻ ഇങ്ങനത്തെയുള്ളവരാണ് ദൈവം എന്ന് പറഞ്ഞ പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം ഒന്നുകൂടെ കൺഫർമേഷൻ കൊടുക്കുന്നല്ലേ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് പറയാം. നേരത്തെ നേർവി എന്ന സ്ഥലത്ത് യൂദയുടെ ഭവനത്തില് അവൻ പ്രാർത്ഥിക്കുന്നു. അവിടെ പോയി ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുമ്പോൾ ദൈവം ആലോചന വളരെ സ്പെസിഫിക്കാണ്. വളരെ വേഗമായിട്ട് ആലോചനയുടെ കാര്യം ദൈവത്തിന്റെ ആത്മാവില്ല, ദൈവത്തിനില്ല. പ്രൈസ് ഗോഡ്. വളരെ സ്പെസിഫിക്കായിട്ട് നമ്മെ അറിയിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. തന്നെയുമല്ല ദൈവങ്ങളെ, നമുക്ക് ദൈവത്തോട് ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്ന എന്തൊരു കുഴപ്പമുണ്ട്? കേട്ട ആലോചന. ഇവിടെ അന്യാസ് ചോദിച്ചു അല്ലേ, ഈ പറയുന്ന വ്യക്തി ഇങ്ങനത്തെ ഉള്ളവനാണ് എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു അവന് ഇനിയും അനുഭവിക്കാനുള്ള കഷ്ടപ്പാടില്ല. ഇവൻ ജാതികളുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ, അവൻ രാജാക്കന്മാരുടെ ഇടയിലൊക്കെ ഇവൻ എന്റെ സാക്ഷ്യമായി നിൽക്കുന്നവരാണ്. ഇവന് അവൻ അനുഭവിക്കാനുള്ള കഷ്ടപ്പാടുകളൊക്കെ നീ കാണുമെന്നാ പറയുന്നത്, നീ അറിയുന്ന ദൈവങ്ങളെ. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ കഷ്ടപ്പാട് ഇല്ലാതെ കൊടുക്കേണ്ടിയല്ലേ ശുശ്രൂഷ? വളരെ ശക്തനായ പൗലോസല്ലേ ഇഷ്ടം. എത്രയോ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ വചനങ്ങൾ, വാക്കുകൾ. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുമ്പോൾ ഈ പറയുന്ന മുമ്പേ ഞാൻ ഓർപ്പിച്ച വിഷയം ചെല്ലാകരുത്. അവൻ ദൈവത്തിന്റെ വചനം കോട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ നാം കേൾപ്പിച്ച മറ്റൊരു സുവിശേഷവുമായിട്ട് നിങ്ങൾ അതിന് ചെവി കൊടുക്കുക എന്നാണ് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് മറ്റൊരു സുവിശേഷം എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പെട്ടെന്ന് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് നാം മാറിപ്പോകരുത്. ഇത്ര പെട്ടെന്ന് എങ്ങനെ നിങ്ങൾ മാറിപ്പോയെന്നാണ്. പ്രൈസ് ഗോഡ്.
കാരണം ക്രിസ്തുവേശിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നാം നീക്കിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ള സുവിശേഷത്തിന് വേണ്ടി ചെവി കൊടുക്കുന്നെങ്കിൽ പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ ആലോചന, ദ കൗൺസിലിംഗ് ഓഫ് ഗോഡ്, ദ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചന നാം ഒരിക്കൽ കൂടി കൺഫർമേഷൻ, ഒരിക്കൽ കൂടി ഉറപ്പ് പ്രാപിക്കുക. നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക, ദൈവം സംസാരിക്കുന്നത് നമുക്ക് ഉറപ്പ് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ശക്തനാണ്. ശമൂവേലിനോട് അവൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞ 6 ശബ്ദങ്ങൾ. 3ാമത്തെ പ്രാവശ്യമാണ് ഏലി പോലും പറഞ്ഞ ഇത് നീ പറയണം, യഹോവയുടെ ശബ്ദമാണ്, അരുളി ചെയ്യണമേ, കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ പ്രാവശ്യമാണ്. ദൈവങ്ങളെ, ദൈവം ചില ആലോചന നിങ്ങളെ വിളിച്ചാൽ, പ്രിയ സഹോദര, നിന്നെ ദൈവം വിളിച്ചാൽ സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു വിളി കൊണ്ട് ദൈവത്തിന്റെ വിളി നിർത്തുന്നില്ല, പ്രൈസ് ഗോഡ്. സഹോദരി, നിനക്കൊരു ആലോചന ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ആലോചന കൊണ്ട് ദൈവം നിർത്തുന്ന ദൈവമല്ല, അത് തുറമാനമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൺഫേം ആയിട്ട്, ഹല്ലേലൂയ, ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നിൽക്കണം. ദൈവം വിശ്വസ്തനാണ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ കഷ്ടപ്പാടുകളേറ്റ ശേഷം, പ്രൈസ് ഗോഡ്, 40 ദിവസത്തോളം അവിടെ ശിഷ്യന്മാർക്കും മറ്റുള്ള സഹോദരന്മാർക്കും പ്രത്യക്ഷപ്പെട്ട് ഒരു കാര്യം വളരെ പൂർണ്ണ നിശ്ചയത്തോടെ ബോധ്യപ്പെടുത്തി താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് ഒരു പ്രാവശ്യമല്ലല്ലോ, അനേക പ്രാവശ്യമല്ലേ. എന്തിന്? തോമസിന് നിന്റെ വിലാപ്പുറത്ത് ഞാൻ കൈകിടാതെ കൈയിട്ട് നോക്കാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ തോമസിന് തന്നെ വീണ്ടും യേശുക്രിസ്തു പ്രത്യക്ഷനായി വളരെ ബോധ്യപ്പെടുന്ന, അത്ര കൃത്യമായി വളരെ സൂക്ഷ്മതയോടെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി ബോധ്യപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നാമെ സഹായിക്കുന്ന നമ്മുടെ കൗൺസിലർ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുവാനൊക്കെ ദൈവം. ഞാൻ ഓർമ്മിക്കുന്ന വിഷയം, ദൈവത്തിന്റെ ആലോചന വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിന്റെ കൺഫർമേഷൻ നമുക്ക് ഒരിക്കൽ കൂടി ലഭിക്കണം. സ്തോത്രം. അങ്ങനെ ലഭിച്ചാൽ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ശ്രേഷ്ഠമാക്കിയാൽ, മറ്റ് സുവിശേഷങ്ങൾ നമ്മെ വ്യതിചലിപ്പിക്കാൻ പിന്നെ അനുവദിക്കുന്നില്ല. പല ഉപദേശങ്ങൾ, കൃപയുടെ ഉപദേശമൊന്ന് പ്രോസ്പെരിറ്റി തിരിയുവാനായിട്ട് കടന്നു വരുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയാതിരിക്കുന്ന സ്തോത്രം. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ കഷ്ടമുണ്ട്, എന്നാൽ കർത്താവിനെ ജയിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. അതിന്മേൽ ജയമെടുത്ത കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമയത്ത് തന്നെ എന്റെ സംഗീത നിർത്തേണ്ടിയിരിക്കുന്നു. ഒരു വാക്യോടെ വായിച്ചു ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം വായിക്കണമേ. 3ാമത്തെ അധ്യായം, 3ാമത്തെ വാക്യം വായിക്കാം. ദൈവങ്ങളെ, ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവർ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രൈസ് ഗോഡ്, അവർ നട്ടിരിക്കുന്ന ഇലം വാടാത്തതായ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എങ്ങനെ ഇത് സാധ്യമാകുന്നു? കർത്താവദാസൻ രാവിലെ ഓർമ്മിച്ചു, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, പ്രൈസ് ഗോഡ്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും ദൈവമാണ്. 2015 അവർ ചെയ്യുന്നത് സാധിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം എഴുന്നേറ്റ് പണിയും, അവൻ നമ്മുടെ കാര്യം സാധിക്കും. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താമോ? 2015 ദൈവത്തിനോട് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവങ്ങളെ, നമ്മുടെ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. വിഷയം ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. ദൈവത്തിന്റെ നല്ല കൗൺസിലിംഗിലാൽ ദൈവം നമ്മെ നടത്തും. വേണ്ട നിശ്ചയം, പൂർണ്ണ നിശ്ചയം ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. സുവിശേഷം വിട്ട്, ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത് യോശുവയോട് പറഞ്ഞ പോലെ, മോശയോട് കൂടിയിരുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കും, എന്നാൽ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കരുത്. 2015 പ്രാരംഭ വെള്ളിയാഴ്ച ദൈവനാമത്തിൽ എനിക്ക് ദൈവങ്ങളോട് ഓർമ്മിക്കാതെ, ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരികരുത്. നമ്മെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ച ഓർമ്മിച്ച സുവിശേഷം വെളിയിലേക്കാൻ നിൽക്കണം. ഹല്ലേലൂയ. നാം വേർതിരിക്കരുത്. പ്രൈസ് ഗോഡ്. ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിച്ച്, രാപ്പകൽ ദൈവത്തിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ മുന്നേറുവാൻ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാൻ ശക്തനാണ്. ജയോത്സവമായി നടത്തുന്ന കർത്താവിന് മഹത്വം. കർത്താവ് നമ്മെ സഹായിക്കും. സങ്കീർത്തനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കണമെങ്കിൽ, നാം ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ, ആറ്റരികത്ത് നട്ടതുപോലെ
തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നാം ആയിരിക്കണമെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ കഴിയണം. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുവാൻ കഴിയണം. നാം കേട്ടില്ല, ദുഷ്ടന്മാർ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ആ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ, ഈ ദൈവവചനത്തിൽ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നതൊക്കെ സാധിക്കും. നമുക്ക് ദൈവം